സോ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ഡെയിലി സ്ക്രിബിൾ. സോ ഇന്നിപ്പോൾ രാത്രി ഏകദേശം 7 മണിയായി. നമ്മൾ ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹെക്ടിക് വീക്കായിരുന്നു. നമുക്ക് കോളേജിൽ നമുക്ക് രാവിലെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞ് ലാബ് വർക്ക് ഉണ്ടായിരുന്നു, തീസിസ് വർക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിട്ടൊരു സ്റ്റേജിലാണ് ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂഷ്വലി അതിൽ ചെറിയ ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഒരു ലീവായിട്ട് എടുത്തിരിക്കുന്നത് അത്ര ബെറ്റർ ഓപ്ഷൻ അല്ലല്ലോ. സോ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ഈവനിങ് ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് പോകാനായിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കലാണ്. സോ അതേപോലെയാണ് എൻ്റെ കൂടെ ഉള്ളവരും. അതുകൊണ്ട് നമ്മൾ രാത്രി ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിക്കുക. സോ ഈ വ്ളോഗിൽ ഞാനൊരു ഡിസ്ക്ലെയിമർ പോലെ ആദ്യമേ പറയുന്നൊരു കാര്യം, ഈ വ്ളോഗിൽ നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നത് ഫുഡായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മളൊരു 7:15 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഇങ്ങനെ നമ്മൾ ലുലുവിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മേ ബി നൈറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു ഡൗട്ട്, ഷോപ്പ് ചെയ്യണോ ഫുഡ് കഴിക്കണോ എന്നുള്ളത്. ബട്ട് ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ നേരെ ഹൈപ്പറിൽ പോയി. സോ ഫസ്റ്റ് വി തോട്ട് നമുക്ക് KFC കഴിക്കാമെന്ന്. പക്ഷേ വി തോട്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഹൈപ്പറിൽ പോയിട്ട് കുറച്ചധികം ഫുഡ് ഐറ്റംസ് വാങ്ങി. എല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങി, പക്ഷേ കുറച്ചധികം ഐറ്റംസ് വാങ്ങി. സോ ദിസ് വാസ് ട്രാവൻകൂർ ചിക്കൻ ബ്രോസ്റ്റ്. നമ്മുടെ സാധാ നമ്മൾ കഴിക്കുന്ന യൂഷ്വൽ ബ്രോസ്റ്റിനേക്കാളും കുറച്ചുകൂടി ഒരു കേരള ടച്ചിൽ കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റായിരുന്നു. ആസ് എ നെയിം നല്ലതായിരുന്നു. പക്ഷെ കുറച്ച് ചൂടില്ലായിരുന്നു, ഇച്ചിരി തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നു. അതിഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. ചോറില്ല, ബട്ട് ഫ്ലേവർ ഉണ്ട്. സോ ഇത് ആക്ച്വലി ബാർബിക്യൂ ചിക്കൻ വിങ്സ്. കണ്ടപ്പോൾ നല്ല അടിപൊളിയാണെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ കോട്ട് ചെയ്ത സോസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഭയങ്കര എന്തൊക്കെയോ ആയിട്ട് സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെതൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് പാസ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇത് സോൾട്ട് ആൻഡ് പെപ്പർ മഷ്റൂം. സോ ഞാനങ്ങനെ വലിയ മഷ്റൂം ഫാനല്ല. ഇതിന് മുന്നേ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പക്ഷെ ദിസ് ടൈം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവർ മസാലയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് സോൾട്ട്, പെപ്പർ ആൻഡ് സം വെജസ്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് മാംഗോ സാലഡ്. പച്ചമാങ്ങ, പിന്നെ ഒണിയൻ, ക്യാരറ്റ്സ്, ഇതെല്ലാം കൂടി സ്പൈസി ആയിട്ടൊക്കെ ചെയ്യുന്ന ഇത് നല്ല ടേസ്റ്റ്. ആൻഡ് ഇഫ് യു ആർ വിസിറ്റിംഗ് ലുലു ഹൈപ്പർ ഇത് വാങ്ങി നോക്കണം. ഇറ്റ്സ് വെരി റിഫ്രഷിങ് ഓൾസോ. നല്ല ടേസ്റ്റാണ്. ലോൺ റിപ്പീറ്റിന് ആ ഭാഗത്ത്
സോ ദിസ് വാസ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. പക്ഷേ ആക്ച്വലി അത് ആർക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്ക് ഓൾറെഡി വയറ് നിറഞ്ഞുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ നടന്നത് പാസിൻ്റെ പോലെ കുറച്ച് റൈസ് അങ്ങോട്ടേക്ക് ഇടുന്നു, ചിക്കൻ പീസ് അങ്ങോട്ട് കൊടുക്കുന്നു, അപ്പോൾ ചിക്കൻ പീസ് തിരിച്ചിങ്ങോട്ട് വരുന്നു, വീണ്ടും കുറച്ചെടുത്തിട്ട് പാസ് ചെയ്യുന്നു. ഈ പരിപാടിയായിരുന്നു അവിടെ നടന്നത്. സോ അതൊക്കെ കഴിഞ്ഞ് ഫുഡിൻ്റെ പരിപാടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതി നമ്മൾ സുഡിയോയിൽ പോയി. കാരണം സുഡിയോയിൽ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് കുറച്ച് മിനി നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങിലുള്ള പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് നോക്കി. പക്ഷെ അവിടെ ഏറ്റവും ക്യാച്ചി ആയിട്ടുണ്ടായിരുന്നത് ഇതേപോലുള്ള നൈറ്റ് വെയേഴ്സ് ആയിരുന്നു. ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ അറൗണ്ട് ഒരു 700 റേഞ്ചിൽ നല്ല അടിപൊളി നൈറ്റ് വെയേഴ്സ് ഉണ്ടായിരുന്നു. സോ അത് വളരെ നല്ലതുണ്ടായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു അത് പിടിക്കാൻ തന്നെ. പിന്നെ അവിടുത്തെ അല്ലാത്ത മേക്കപ്പ് ഐറ്റംസ്, ലിപ്സ്റ്റിക്സ്, നെയിൽ പോളിഷ് അതൊക്കെ നമ്മൾ നോക്കി 2-3 ടൈം ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ മാക്സിലൊന്ന് പോയി. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് മാക്സിലെ കുർത്തീസ് ഒട്ടും ഇഷ്ടമല്ല. എനിക്കറിയില്ല, അത് മെറ്റീരിയൽ എന്തോ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയൽ, അതുകൊണ്ട് നമ്മൾ വാങ്ങാറില്ല അവിടുന്ന്. പിന്നെ കിഡ് സെക്ഷനിലൊന്ന് പോട്ടോ, കാരണം കിഡ് സെക്ഷനിലുള്ള ഡ്രസ്സസ് കാണാൻ ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി കാണും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ മാക്സ്വേൾ കഴിക്കാനായിട്ട് മേലെ പോയി. ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് മാക്സ്വേൾ അല്ല, ഈ എടുക്കുന്ന സ്ട്രോബെറി സൺഡേ ആണ്. സോ ഒരു ഐസ്ക്രീമിൻ്റെ മേലെ ഒരു സ്ട്രോബെറി ജാം പോലൊരു കാര്യം ഇടും. അത് ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് പുളി ഉണ്ടാവും, കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഒരു 9:30 ഒക്കെ ആയി. നമുക്ക് 10 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറണം എന്നുള്ളതുകൊണ്ട് നമ്മളപ്പം തന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി. നമ്മളൊരു ഊബർ പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോയി. സോ ഇങ്ങനെയാണ് നമ്മളുടെ അന്നത്തെ ദിവസം തീർന്നത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്.